എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലെ നമ്മുടെ കഥ പറയാൻ്റെ എപ്പിസോഡ് ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച അല്ല, ബുധനാഴ്ച പണി മുടക്കിൻ്റെ ആണെങ്കിലും വീട്ടിൽ കുറച്ച് മോളിൻ്റെയും വൈഫിൻ്റെയും കൂടെ സ്പെൻഡ് ചെയ്ത് വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല. അതിൻ്റെ ഇടയിൽ ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തട്ടത്തിമറയത്തിനടുത്താണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജൂലൈ 6 തട്ടത്തിമറയത്ത് ഇറങ്ങിയിട്ട് 13 വർഷം തികയാണ്. ഇത് തട്ടത്തിമറയത്ത് കാണാൻ പോയൊരു കഥ എനിക്ക് പറയുന്നത് കേട്ടോ. ഞാനും സനുവും കൂട്ടാണ് കാണാൻ പോയത്. ഈ തട്ടത്തിമറയത്ത് കാണാൻ പോയത് ഞാനും സനുവാണെങ്കിലും ഈ തട്ടത്തിമറയത്ത് സിനിമയായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുമ്പോഴും അതിൽ പ്രജുവിൻ്റെ ഒരു മുഖം ഉണ്ടാവും കേട്ടോ. ജൂലൈ 6 പ്രജുവിൻ്റെ സ്റ്റാറ്റസ് കണ്ടത്. തട്ടത്തിമറയത്ത് ഇറങ്ങിയിട്ട് 13 വർഷമായി എന്നുള്ള സ്റ്റാറ്റസ്. അല്ലാണ്ട് തന്നെ വർഷത്തിൽ 2-4 തവണ അവൻ്റെ സ്റ്റാറ്റസിലും കാര്യങ്ങളിലൊക്കെ തട്ടത്തിമറയത്തിൻ്റെ ഓരോ പാട്ടുകളും ഓരോ ഇതും കാണാറുണ്ട്. ഞാൻ 6 അത് കണ്ടു. അത് കഴിഞ്ഞ് ഇന്ന് 10 ആണല്ലോ. ഇന്നലെ 9 8 നൈറ്റ് ഞാൻ ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു. സനുവിൻ്റെ കുട്ടിയുടെ പിറന്നാൾ ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് പ്രജുവിനെ കോൾ വരുന്നത് തട്ടത്തിമറയത്തിൻ്റെ റിംഗ് ട്യൂണാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇന്നത്തെ കഥ പറച്ചിൽ ഇത് കൊണ്ടുവരാനൊന്നുമില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഓടി വന്നു. 2010-2013 ബാച്ചാണ് ഞങ്ങൾ കുന്നോളം കോൾപ്പറ്റി കോളേജിൽ ചെയ്തത്. 2010 ഏകദേശം ജൂലൈ ആഗസ്റ്റ് സമയത്തൊക്കെയാണ് ഞാൻ ജോയിൻ ചെയ്ത്. 2010, 2011, 12, 13 അപ്പോൾ ഈ ഇയറിൽ ആണ്. അപ്പോൾ 2012 ആണ് നമ്മുടെ തട്ടത്തിമറയത്ത് ഇറങ്ങിയത്. അത് കണ്ടത് ഗുരുവായൂർ അപ്പാസ് എന്നാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഞാനിങ്ങനെ ഇപ്പം അവിടെ ഇറങ്ങി മൊത്തം നല്ല അഭിപ്രായങ്ങളൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സനുവിനോട് പറഞ്ഞു, വായ നമുക്ക് സിനിമയ്ക്ക് പോകാമെന്നുണ്ട്. ഞാൻ ഗുരുവായൂർക്ക് വന്നു. ഞാനും സനുവും പിന്നെ എൻ്റെ പെങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 കൂട്ട് തട്ടത്തിമറയത്തിന് കയറി. സിനിമയുടെ ഫസ്റ്റ് പോർഷനിൽ 2 കുട്ടികൾ കടലിൻ്റെ അവിടെ നിന്നിട്ട് ഉമ്മച്ചിക്കുട്ടിയുടെ കാര്യങ്ങൾ പറയണതും പിന്നെ മെല്ലെ കഥയിലേക്ക് കിടക്കുന്നത് പോലീസ് സ്റ്റേഷൻ സീന്. നിവിൻ പോളി പറഞ്ഞ പോലെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കാറ്റുണ്ട്. അത് അവളുടെ മുടിയിലും തഴുകി തലോടിപ്പോയിക്കൊണ്ടിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന ഓരോ നിമിഷവും പെണ്ണിൻ്റെ മൊഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ ഉറപ്പിച്ചു, ഈ ഉമ്മച്ചിക്കുട്ടി എൻ്റെയാണ്. എത്ര വർഷം കഴിഞ്ഞാലും ഈ ഡയലോഗൊന്നും മനസ്സിന്ന് പോവില്ല കേട്ടോ. അനുരാഗത്തിൻ വേളയിൽ ശ്യാമാംബരം, പിന്നെ സ്റ്റാർട്ടിങ്ങിലുള്ള പാട്ടേക്ക് ശ്വേതാംബരധരേ ദേവി, മുത്തിച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നത്, അജു വർഗീസ്, പിന്നെ കൂടെ അഭിനയിക്കുന്ന പയ്യൻ. നല്ല രസമായിട്ട് എന്താ പറയുക, ഒരു കോളേജിൽ പഠിക്കണവർക്ക് അല്ലെങ്കിൽ +1 +2 പഠിക്കുന്നവർക്കൊക്കെ ശരിക്കും ടച്ച് ചെയ്ത് പോകുന്നൊരു പ്രണയകഥയാണ് ഒരു ഉമ്മച്ചിക്കുട്ടി. അതിൽ മനോജ് കേജൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഹിന്ദു മുസ്ലിം പ്രണയകഥയാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. വിനോദിൻ്റെയും ഐഷയുടെയും കഥയാണ്. പിന്നെ അവരുടെ കൂട്ടുകാർ, പിന്നെ അവൻ്റെ നായകൻ്റെ അച്ഛനമ്മ, പിന്നെ ശ്രീനിവാസൻ്റെ കിടിലൻ പെർഫോമൻസ്. ശ്രീനിവാസൻ പറഞ്ഞ ഡയലോഗ് ഉണ്ട്. അത് ഡയലോഗായാലും അഭിനയമായാലും ശ്രീനിവാസൻ ശക്തമായ റോളായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ശ്രീനിവാസൻ്റെ ശക്തമായ റോള് കണ്ട പടമാണ്. മലർവാടി ആർട്സ് ക്ലബ്ബ് ജൂണിലാന്ന് പറഞ്ഞ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഒരു സിനിമ ചെയ്യേണ്ട കാര്യം ആലോചിച്ചപ്പോൾ ഒരു ബുക്ക് വായിച്ച് അന്ന് ഇൻസ്പയർഡായിട്ട് ചെയ്ത കഥയാണെന്നാണ് പറഞ്ഞത്. ഈ സിനിമ ശ്രീനിവാസനും മുകേഷും കൂടെ നിർമ്മിച്ചേക്കാന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ എവിടെയോ കണ്ട പോലെ തോന്നുന്നു. വിനീത് ശ്രീനിവാസനും എൻ്റെ കഥയ്ക്ക് വിനീത് ശ്രീനിവാസൻ്റെ കഥ. പിന്നെ ഷാൻ റഹ്മാൻ, ആള് മലയാള സിനിമയിലെ പാട്ടുകളെ വേറെ ലെവലിലേക്ക് എത്തിച്ചത്. അതിൽ ഫസ്റ്റത്തെ പാട്ടല്ല, മറ്റേ വരാന്തയിലത്തെ പാട്ടുണ്ടല്ലോ, അതൊക്കെ വേറെ ലെവലാണ്. അങ്ങനെ മൊത്തത്തിൽ ഈ സിനിമ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പടം തുടങ്ങി ഓരോ സീൻ ബൈ സീൻ അവളെന്നെ നൈറ്റിൽ കാണാൻ പോണത്, പിന്നെ അവളെ തട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലുണ്ട് സാറേ, ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. അതൊക്കെ എന്താ പറയുക, ഒരു പ്യുവർ ലവ് സ്റ്റോറി. അത് മലയാളികൾക്ക് അതായത് അപ്ഡേറ്റഡ് ആയിട്ട് അന്നത്തെ കാലത്തെ പിള്ളേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന അന്നത്തെ ഒരു ലവ് സ്റ്റോറി. പിന്നെ ബാലൻ മാഷിൻ്റെ വീട്ടിൽ നിസ്കരിക്കുക, ഒരു റൂമിൽ പായവിരിക്കുകയോ മറ്റോ എന്നുള്ള ക്ലൈമാക്സിലുള്ളത്. മനോജ് ഗജൻ്റെ ത്രൂ ഔട്ട് കോമഡി, പിന്നെ ഈ ലവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നിവിൻ പോളി ഫുള്ള് ഷേവ് ചെയ്തിട്ടൊക്കെ ചെറുപ്പം പയ്യൻ്റെ ഒരു ഇതുള്ളത്. അജു വർഗീസിൻ്റെ ഉമ്മച്ചി കുട്ടികളുടെ ഒരു നോട്ടം കിട്ടുക എളുപ്പമല്ല. പിന്നെ 6 പാക്ക് പറയുന്നത്. പിന്നെ മലയാളികൾക്ക് എന്തിനാണ് 6 പാക്ക് എന്ന് ചോദിക്കുന്ന ചോദ്യം
ഓരോ പിന്നെ മറ്റേ പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് നമ്മുടെ അവൻ്റെ ഫ്രണ്ട് മറ്റവനോട് പറയുന്നത് ഡയലോഗ് അതൊക്കെ ഭയങ്കര രോമാഞ്ചം കൊള്ളിക്കുന്നിടത്ത് രോമാഞ്ചവും. പിന്നെ ഐഷയും ഇവരും കൂടിയിട്ട് കാലിൽ നോക്കുമ്പോൾ ആൾക്കാർ തടഞ്ഞിട്ട് ഇതെന്താ മുസ്ലിം ഹിന്ദു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് ഇന്ത്യയാണ്, ഇത് പാകിസ്ഥാനിലാണ് അജു വർഗീസ് പറഞ്ഞ സീന്. പിന്നെ അവൻ ഒരു തുണിക്കട പോലത്തെ ഇത് തുടങ്ങുമ്പോൾ അതിനുള്ള പേരിൻ്റെ ഒരു മോഡൽ അവൾ ചിത്രം വരച്ച് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ രമ്യ നമ്പീശൻ പാടിയിട്ടുള്ള മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ ഒന്നാണ് പാട്ട്. ത്രൂ ആയിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഒരുപാട് നല്ല നല്ല ഫീൽസ് ഓർമ്മകൾ തരുന്ന കോളേജ് കാലഘട്ടത്തിൽ ഞാൻ കണ്ട ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയിലൊന്നാണ് തട്ടത്തിമറയത്ത്. ഗുരുവായൂർ അപ്പാസ് അന്ന് കുറച്ചും കൂടി അന്നുള്ള തിയേറ്ററിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് അപ്പാസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ദേവയ്ക്ക് വന്നു. ദേവകിനാണ് ഗുരുവായൂർ നല്ല തിയേറ്റർ. പിന്നെ ബാലകൃഷ്ണനൊന്നും വലിയ ജയശ്രീയൊന്നും വലിയ കാര്യമില്ല. വന്ന് ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അങ്ങനെ ഞങ്ങൾ ദിലീപിൻ്റെ പടങ്ങളാണ് സ്ഥിരമായിട്ട് അപ്പാസിൽ വന്നിരുന്നത്. ദിലീപിൻ്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പാസിലേട്ടാ. അപ്പോൾ ഈ പടം ഭയങ്കര, അതായത് ചെറിയൊരു മഴയുള്ള ഒരു സമയത്ത് എന്നുള്ളൊരു അതായത് ജൂൺ ജൂലൈ മഴക്കാലമാണല്ലോ. ഞാൻ സിനിമയ്ക്ക് പോയ അന്ന് തീരെ മഴയൊന്നും കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ പോയി, ഞാനും സനം കൂടി സിനിമ കണ്ടു, എൻജോയ് ചെയ്തു. അതിൽ ഓരോ സീനൊക്കെ കാണുമ്പോൾ ഞാൻ അവൻ്റെ മുഖത്തേക്കൊക്കെ നോക്കുമ്പോൾ കുറേ സീൻസ് അങ്ങോട്ട് ഇങ്ങോട്ട് കണക്റ്റ് ആവണ കുറേ കാര്യങ്ങളുണ്ട്. അവനെ എൻ്റെ മുഖത്ത് വെക്കുമ്പോൾ കണക്റ്റ് ആവും, എനിക്ക് അവൻ്റെ മുഖത്തേക്ക് വെക്കുമ്പോൾ കണക്റ്റ് ആവും. അങ്ങനത്തെ കുറേ രസകരമായ മൊമെൻറ്റ്സ്, ഓർമ്മകൾ, പാട്ടുകളിൽ തന്നെ നമുക്കിപ്പോഴും ഒരു മ്യൂസിക് ആൽബം എന്നുള്ള പറഞ്ഞ പോലെയുള്ള പാട്ടെല്ലാം ഹിറ്റാണ്. നമുക്കിപ്പോഴും നമ്മുടെ ജൂക്ക് ബോക്സിലൊക്കെ തട്ടത്തിമറയത്ത് ജൂക്ക് ബോക്സ് എന്ന് വെച്ചിട്ട് നമുക്ക് നൈസായിട്ട് അത് കേട്ട് ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ എടുക്കാം, അതിലിങ്ങനെ ലയിച്ചു പോകും. വിനീത് ശ്രീനിവാസ് അത്രയും ആളുടെ സിനിമകളിൽ ഫേവറേറ്റ്, മലർവാടി പോലെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള പടമാണ് തട്ടത്തിമറയത്ത്. മലർവാടി ഇഷ്ടമാണ്, തട്ടത്തിമറയത്തും ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക, ഐഷയായിട്ട് വന്നിട്ട് ആ ഒരു പടത്തിൽ തന്നെ മെയിനായിട്ട് ഇഷ തൽവാർ ക്ലിക്കായിട്ടുള്ള. അതിനുശേഷം ഒന്നും വലിയ ആൾക്ക് നല്ല അവസരങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. മലയാളത്തിലെ ഐഷയുടെ ആദ്യത്തെ പടമാണ് തട്ടത്തിമറയത്തെന്ന് തോന്നുന്നുണ്ട്. ആ പടത്തിൽ ഭയങ്കര ക്ലിക്കായിട്ടുണ്ട്. പിന്നെ ബാംഗ്ലൂർ ഡേയ്സിലാണ് പിന്നെ കുറച്ചൊരു ചെറിയൊരു ക്യാരക്ടറാണ്, ചെറിയ ക്യാരക്ടറാണ്. പിന്നെ ഓരോരോ പടത്തിലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ടില്ല. തട്ടത്തിമറയത്ത് എന്ന് പറയുമ്പോൾ, ഐഷ എന്ന് പറയുമ്പോൾ അത് ഇഷ തൽവാർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറ വർക്കായാലും ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും സിനിമയിലെ പാട്ടുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചായിരുന്നു. അങ്ങനെ അപ്പാസ് സിനിമ കണ്ടിറങ്ങി ഞാൻ രണ്ടാൾ ഹാപ്പി. അവൻ അവൻ്റെ വീട്ടിൽ പോയി, ഞാൻ എൻ്റെ വീട്ടിൽ പോയി. ഇനി പ്രജുവിനെ കുറിച്ച് പറയാം. പ്രജുവിനെ കുറിച്ചൊന്നും പറയാനില്ല. പ്രജുവും തട്ടത്തിമറയത്തിനെ കുറിച്ച് പറയാം. പ്രജു ഒരുവിധം മാസത്തിലൊന്നോ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ കൊല്ലത്തിൽ 2-3 പ്രാവശ്യം ഈ തട്ടത്തിമറയത്തിനെ ഏതെങ്കിലും പാട്ടുകൾ സ്റ്റാറ്റസ് ഇടത്ത്, ഡയലോഗ് സ്റ്റാറ്റസ് ഇടുക, ഫോട്ടോ സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് ഇതേപോലെ തന്നെ ഇങ്ങനെ കാര്യങ്ങൾ ഓർമ്മ വരും. പക്ഷേ അന്നും നമ്മൾ ഈ കഥ പറയുന്ന സീരിയസിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്തകളും കാര്യങ്ങളും ഇല്ലല്ലോ. അപ്പോൾ ഈ സീരീസ് ഇന്നിപ്പോൾ ഞാനത് പറയാൻ കാരണം എന്താ പറയുക, 2 ദിവസം മുന്നേ പ്രജുവിൻ്റെ റിംഗ് ട്യൂൺ കേട്ടത്, പിന്നെ അവൻ സ്റ്റാറ്റസ് ഇട്ടപ്പോഴാണ് ഞാൻ 13 വർഷം ശ്രദ്ധിക്കണത്. ഞാൻ കാര്യമായിട്ട് ഈ സിനിമയെ കുറിച്ച് കൂടുതൽ റെഫറൻസ് ചെയ്യാനാ, കാര്യമായിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂസ് വീണ്ടും കേൾക്കാനോ അല്ലെങ്കിൽ സിനിമയുടെ കുറച്ച് പോർഷൻസ് കാരണം അതിനൊന്നും നിന്നിട്ടില്ല. എനിക്കിപ്പോൾ ഒന്ന് ഇത് പറയണമെന്ന് തോന്നി. എൻ്റെ മനസ്സിനെ, അല്ലെങ്കിൽ ഞാൻ സനം കൂടി പോയി കണ്ട് സന്തോഷമായിട്ടിരുന്ന് മനസ്സ് നിറഞ്ഞ് കൈയടിച്ച് ക്ലൈമാക്സിൽ നായിക ഒന്നിച്ച് കണ്ട് കൈയടിച്ച് സന്തോഷത്തോടെ ഇറങ്ങി വന്ന പടമാണ് തട്ടത്തിമറയത്ത്. ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന 99% ആൾക്കാരും തട്ടത്തിമറയത്ത് തിയേറ്ററിൽ തന്നെ കണ്ടവരായിരിക്കും. കാരണം അന്ന് ഇങ്ങനെ OTT കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ സിനിമ എന്നാ കാണാൻ പറ്റുന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഒരുവിധ ആൾക്കാരൊക്കെ തട്ടത്തിമറയത്ത് തിയേറ്ററിൽ നിന്ന് കണ്ട പടം. ഒരു ക്ലാസ്മേറ്റ്സിന് ശേഷം ഒരു ക്യാമ്പസ് ലവ് സ്റ്റോറി അടിപൊളി വന്നത് തട്ടത്തിമറയത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാരണം ഒരു തട്ടത്തിമറയത്ത് പോയി കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് തോന്നിയത്? നിങ്ങൾ എങ്ങനെയാണ് പോയത്? ഒറ്റയ്ക്കാണോ, ഫാമിലിയാണോ, ഫ്രണ്ട്സായിട്ടാണോ? അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. തട്ടത്തിമറയത്ത് സിനിമയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? 13 വർഷം കഴിഞ്ഞു. സിനിമ നല്ല ഗംഭീര സിനിമയാണ്. ആർക്കും അധികം മോശം റിവ്യൂസ് തോന്നിട്ടില്ല. ഇതേപോലെ വലിച്ച റിവ്യൂസ് വരുന്ന കാലം നല്ല ഒന്ന്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മകളും കാര്യങ്ങളും. നമ്മുടെ വീഡിയോനെ സപ്പോർട്ട് ചെയ്യുക. കഥ പറയുക എപ്പിസോഡിൽ എന്നെ പരിചയമുള്ള ആർക്കും വേണമെങ്കിലും അവരുടെ വിശേഷങ്ങളും കഥകളും പറയാം. ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കും. ഞാൻ പ്രജുവിനെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറയാം, എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ പറയട്ടെ. അപ്പോൾ സമയമില്ലാത്ത കാരണമാണെന്ന് പറഞ്ഞു. നമുക്കൊരു 100 എപ്പിസോഡ് പറയാനുള്ള കഥ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നമുക്ക് എന്താ പറയുക, ഒഴിവുള്ളപ്പോൾ ആയിരിക്കും ഈ കഥ പറയണട്ടാന്നൊക്കെ പ്രജുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാലും പ്രജുവിനെ പറയാനുള്ള 1-2 കഥകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നാളെ ഞാൻ എത്തിക്കും. അപ്പോൾ ബൈ.